കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് സർവീസ് നിർത്തിവെച്ചിരുന്ന 4 ബസ്സുകളിൽ നിന്ന് 1100 ലിറ്റർ ഡീസൽ മോഷ്ടിച്ചതായി പരാതി. കരുനാഗപ്പള്ളി കുന്നത്തൂർ താലൂക്ക് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനാണ് കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകിയത്. കരുനാഗപ്പള്ളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന വീണ ട്രാവൽസിന്റെ 4 ബസ്സുകളിൽ നിന്നാണ് ഡീസൽ മോഷ്ടിച്ചത്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് സർവീസ് നിർത്തിയിരുന്ന ബസ്സുകൾ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. 4 ബസ്സുകളിലും ടാങ്ക് നിറയെ ഡീസൽ ഉണ്ടായിരുന്നു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാർക്ക് ചെയ്തിരുന്ന ബസ്സുകളിൽ നിന്ന് ബാറ്ററിയും ഡീസലും മോഷ്ടിച്ചിട്ടുണ്ട്. 250 ലിറ്റർ ഡീസൽ ടാങ്കാണ്. അത് ഫുള്ളാക്കിയാണ് സർവീസ് കഴിഞ്ഞ് വരുമ്പോൾ ഇടുന്നത്. ആ ഫുള്ളാക്കിയിട്ടിരിക്കുന്ന 250 × 4 1120 ലിറ്റർ ഡീസലാണ്. ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് ഏതാണ്ട് 87,000 രൂപയോളം വിലയാണ്. ഈ സാധനം ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകണമെങ്കിൽ മണിക്കൂറുകൾ എടുത്തുള്ള പ്രവർത്തിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഒരു മോഷ്ടാവിനെ ബസ് ജീവനക്കാർ പിന്തുടർന്ന് പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. ന്യൂസ് 18 കരുനാഗപ്പള്ളി. ഗ്രാമീണ മേഖലയിലെ ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ലോക്ക്ഡൌണോടുകൂടി പ്രതിസന്ധിയിലായ ഹോട്ടലുകൾ ഇനിയും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ മേഖലകളിൽ പ്രതിസന്ധി രൂക്ഷമാണെങ്കിലും കോവിഡ് നിയന്ത്രണങ്ങൾ ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് ഹോട്ടൽ മേഖലയെയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെയും പാചകവാതകത്തിന്റെയും വില വർധനവ് ഹോട്ടൽ മേഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കി. നിർമ്മാണ മേഖലയുൾപ്പെടെ വിവിധ തൊഴിൽ മേഖലകളിലെ മാന്ദ്യം ഹോട്ടൽ മേഖലയെ ബാധിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹോട്ടലുകളുടെ പ്രവർത്തന സമയം നിയന്ത്രിച്ചത് തിരിച്ചടിയായി. കടുത്ത നിയന്ത്രണങ്ങളെ തുടർന്ന് ഹോട്ടലുകൾ അടച്ചിടേണ്ട അവസ്ഥയാണെന്ന് ഹോട്ടലുടമകൾ പറയുന്നു. കോവിഡിന് ശേഷം വളരെ ദയനീയമായി 15-18 സ്റ്റാഫുകൾ 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന ഈ കടയിൽ ജോലിക്കുണ്ടായിരുന്നതാണ്. ഞങ്ങളിപ്പോൾ 5 പേരാണ് ഈ സ്ഥാപനത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനുശേഷം വന്നിട്ടുള്ള സമയക്രമീകരണം വളരെയധികം കച്ചവടത്തെയും ബുദ്ധിമുട്ടിലാക്കി. പാഴ്സൽ സംവിധാനവും താളം തെറ്റി. 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന ഹോട്ടലുകളെല്ലാം തന്നെ ഇപ്പോൾ രാത്രി 10 മണിക്ക് അടയ്ക്കേണ്ട അവസ്ഥയാണ്. നിരവധി ജീവനക്കാരുടെ ജോലി നഷ്ടമായി. കുറച്ചുപേർ മാത്രം ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് ജോലി ചെയ്യുന്നത്. ഹോട്ടലുകളിൽ നിന്ന് കഴിക്കുന്നവരുടെ എണ്ണത്തിലും ഗണ്യമായ കുറവ് വന്നു. നല്ല കച്ചവടം നടത്തിയിരുന്ന ഹോട്ടലുകളെല്ലാം അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. ഈ സ്ഥിതി തുടർന്നാൽ ഹോട്ടൽ വ്യവസായം പൂർണ്ണമായും തകരുന്ന അവസ്ഥയിലാണ്. ന്യൂസ് 18 ആറ്റിങ്ങൽ. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള മലിനജലം റോഡിലേക്ക് ഒഴുക്കുന്നതായി പരാതി. ഇടുക്കി കുഞ്ചിത്തണ്ണി ടൗണിലാണ് മലിനജലം പൈപ്പ് വഴി റോഡിലേക്ക് ഒഴുക്കുന്നത്. ഇതിന് സമീപത്ത് വൻതോതിൽ മാലിന്യ നിക്ഷേപവുമുണ്ട്. പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. ഇടുക്കി ഹൈറേഞ്ചിലെ പ്രധാന ടൗണുകളിലൊന്നാണ് കുഞ്ചിത്തണ്ണി. ദിവസേന വിനോദസഞ്ചാരികളടക്കം 100 കണക്കിന് ആളുകൾ എത്തുന്ന ടൗണിന്റെ താഴ്ഭാഗത്താണ് ഹോട്ടലുകളിൽ നിന്നടക്കമുള്ള മലിനജലം റോഡിലേക്ക് ഒഴുക്കുന്നത്. കടുത്ത ദുർഗന്ധമാണ് പ്രദേശത്ത്. കാൽനട യാത്രക്കാരുടെ ദേഹത്ത് ഇതുവഴി കടന്നുപോകുമ്പോൾ മലിനജലം തെറിക്കുന്നതായും പരാതിയുണ്ട്. നിരവധി തവണ ആരോഗ്യവകുപ്പിനെയും മറ്റു വകുപ്പ് അധികൃതരെയും വിവരമറിയിച്ചെങ്കിലും നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. 2 ഹോട്ടലിൽ നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളം ഒഴുകി പുഴുവരിച്ച നിലയിലായിരുന്നു. ഞങ്ങൾ പലതവണ പഞ്ചായത്തിലും ആരോഗ്യ പ്രവർത്തകർക്കും പരാതി കൊടുത്തിട്ടും യാതൊരു നടപടി ഇതുവരെ അധികാരികൾ സ്വീകരിച്ചില്ല. ഞങ്ങൾ ആ ഹോട്ടലുകളിലും ചെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇന്ന് ശരിയാക്കാം, നാളെ ശരിയാക്കാം, അങ്ങനെ ആ രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഇതുവരെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല. വെള്ളത്തുവൽ പള്ളിവാസൽ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന കുഞ്ചിത്തണ്ണിയിൽ വെള്ളത്തുവൽ പഞ്ചായത്തിന്റെ ഭാഗമായ പ്രദേശത്താണ് മാലിന്യ പ്രശ്നം രൂക്ഷം. ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രതിഷേധ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 കുഞ്ചിത്തണ്ണി. അട്ടപ്പാടിയിലെ ജനവാസ കേന്ദ്രങ്ങൾ പരിസ്ഥിതിലോല മേഖലയിൽ ഉൾപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ട് കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മനുഷ്യമതിൽ സംഘടിപ്പിച്ചു. മുക്കാലി മുതൽ ആനക്കട്ടി വരെ 37 കിലോമീറ്റർ ദൂരത്തിലാണ് മനുഷ്യമതിൽ സംഘടിപ്പിച്ചത്. കർഷക സംഘടനകൾക്ക് പുറമെ CPM, കോൺഗ്രസ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പരിസ്ഥിതിലോല മേഖല സംബന്ധിച്ച കരട് വിജ്ഞാപനം തിരുത്തണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. അട്ടപ്പാടിയിലെ വില്ലേജുകളെ പരിസ്ഥിതിലോല മേഖലകളായി പ്രഖ്യാപിച്ചാൽ കർഷകർക്ക് വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. വയനാട്ടിൽ അപകടമരണമുണ്ടാക്കിയ ക്വാറി പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും പ്രതിഷേധങ്ങൾ അവഗണിച്ച് മൂപ്പിനാട് ഗ്രാമപഞ്ചായത്ത് നിരവധി തവണ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് ഹൈക്കോടതി ഉത്തരവ് സമ്പാദിച്ചാണ് ക്വാറി പ്രവർത്തിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ക്വാറിയിൽ മണ്ണിടിഞ്ഞ് ഡ്രൈവർ മരിച്ച മൂപ്പൈനാട് പഞ്ചായത്തിലെ കടച്ചിക്കുന്ന് ക്വാറി പ്രവർത്തിക്കുന്നത് അനുമതിയില്ലാതെയാണ്. നിരവധി തവണയാണ് പഞ്ചായത്ത് പ്രവർത്തനാനുമതി നിഷേധിച്ചത്. ഇതേ തുടർന്ന് കോടതിയിൽ നിന്നും പ്രത്യേക അനുമതി വാങ്ങിയാണ് ക്വാറി പ്രവർത്തിച്ചിരുന്നത്.
100 മീറ്ററോളം കുത്തനെ മണ്ണിടിച്ചാണ് ക്വാറിയുടെ പ്രവർത്തനം. കാപ്പി എസ്റ്റേറ്റിലെ തോട്ടം ഭൂമി തരം മാറ്റിയാണ് ക്വാറി പ്രവർത്തിക്കുന്നത്. റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് തോട്ടം മേഖലയിൽ ക്വാറി പ്രവർത്തിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. റവന്യൂ വകുപ്പും അതേമാതിരിക്ക് നമ്മളെ ജിയോളജി വകുപ്പും എല്ലാവരും ഒത്താശയോട് കൂടിയിട്ടാണ്. ഇതിന് മെയിൻ പ്രതി കളക്ടറാണ് ഇതിൻ്റെ മെയിൻ പ്രതി. എന്താ ഈ ഉദ്യോഗസ്ഥന്മാർ ഈ പാവപ്പെട്ട ഈ തോട്ടം തൊഴിലാളികളും ഈ കർഷകരും താമസിക്കുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ട് ഇതിനൊരു എന്തെങ്കിലും ഒരു മറുപടിയാലും നമുക്ക് ഇത് തരണ്ടേ. ഒരു ഇത് തന്നിട്ടില്ല. 5 ഏക്കറിലധികം വരുന്ന ക്വാറിക്ക് 100 മീറ്റർ ചുറ്റളവിൽ വനമേഖലയും നീർച്ചാലുകളുമുണ്ട്. റവന്യൂ, മൈനിങ് ആൻഡ് ജിയോളജി ഉദ്യോഗസ്ഥ സംഘം ക്വാറിക്ക് അനുകൂലമായ നിലപാടാണ് എടുക്കുന്നത്. തോട്ടഭൂമി തരം മാറ്റുന്നതടക്കമുള്ള ചട്ടങ്ങൾ കാറ്റിൽ പറത്തി പ്രവർത്തിക്കുന്ന ക്വാറിക്കെതിരെ പ്രദേശത്തെ ജനങ്ങളും പലതവണ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ക്വാറിക്ക് 3 തവണ ലൈസൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടായപ്പോഴും അതിനെതിരെ നമ്മൾ അതിശക്തമായി ചെറുത്ത് തോൽപ്പിച്ചിട്ടുണ്ട്. മുമ്പ് റവന്യൂ വകുപ്പിൽ നിന്ന് നോ ഒബ്ജക്ഷൻ കിട്ടിയപ്പോൾ, ജിയോളജിയിൽ നിന്ന് നോ ഒബ്ജക്ഷൻ കിട്ടിയപ്പോഴൊക്കെ തന്നെ പഞ്ചായത്ത് മാത്രമായിരുന്നു തടഞ്ഞു നിർത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ കേരള ഹൈക്കോടതി വളരെ കർശനമായിട്ടുള്ളൊരു വിധി പ്രസ്താവിച്ചപ്പോൾ പഞ്ചായത്തിന് ഡീംഡ് ലൈസൻസ് അനുവദിക്കുകയല്ലാതെ നിർവാഹമില്ലാത്ത സാഹചര്യം വന്നപ്പോഴാണ് പഞ്ചായത്തിന് ലൈസൻസ് എഴുതി കൊടുക്കേണ്ടി വന്നത്. വയനാട്ടിൽ നിരവധി സ്ഥലങ്ങളിൽ തോട്ടങ്ങൾ കേന്ദ്രീകരിച്ച ക്വാറികൾ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് പഞ്ചായത്ത് നോട്ടീസ് നൽകി. ന്യൂസ് 18 വയനാട്. നെയ്യാറ്റിൻകര രാമേശ്വരം കണ്ണൻകുഴി തോട്ടുവാര നിവാസികൾക്ക് കുടിവെള്ളം കിട്ടിയിട്ട് കാലങ്ങളായി. പതിറ്റാണ്ടുകളായി കണ്ണൻകുഴി തോട്ടിലെ വെള്ളമാണ് ദൈനംദിന ആവശ്യങ്ങൾക്ക് ഇവർ ഉപയോഗിക്കുന്നത്. നെയ്യാറ്റിൻകര കണ്ണൻകുഴി തോട്ടുങ്കര നിവാസികളുടെ ജീവിതമാണിത്. ഈ തോട് മലിനമായാൽ കുടിവെള്ളമില്ല, തെളിഞ്ഞൊഴുകിയാൽ ദാഹമകറ്റാം എന്ന അവസ്ഥയാണ് ഇവിടെ. പിന്നാക്ക വിഭാഗക്കാർ താമസിക്കുന്ന ഇവിടേക്ക് വിളിപ്പാടകലെയുള്ള ജലസേചന വകുപ്പിന്റെ പൈപ്പ് ലൈനുകൾ എത്താൻ വൈകുന്നതിന് കാരണം ഇനിയും വ്യക്തമല്ല. കടമൊക്കെ മുറിച്ച് മറിക്കുകയാണ്. ഈ പൈപ്പ് ലൈൻ്റെ കണക്ഷൻ ഫ്രീ കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളിതെല്ലാം ചെയ്തു വെച്ച് കുറേ പ്രാവശ്യം പരാതി കൊടുത്ത് മുനിസിപ്പാലിറ്റി എല്ലാം പോയി കംപ്ലൈൻറ്റ് ചെയ്തു. ഈ വെള്ളത്തിൽ മാലിന്യ വേസ്റ്റും ഇതുപോലെ തന്നെ മാടിൻ്റെ വേസ്റ്റുകളെല്ലാം ഇതുവഴി തുറന്നു വിടും. വെള്ളം മഴ പെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളം ഭയങ്കര സ്മെല്ലും. ഈ നല്ല വെള്ളം ഈ അഴുക്കും ചാലിലുള്ള വെള്ളങ്ങളാണ്, വേസ്റ്റ് വെള്ളങ്ങളാണ് ഇതുവഴി വരുന്നത്. ആ വെള്ളമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. കൊച്ചുങ്ങൾക്കായാലും വലിയവർക്കായാലും ഈ വെള്ളം തന്നെ ഞങ്ങൾ ഉപയോഗിക്കെടുക്കുന്നത്. നല്ല വെള്ളത്തിന് ഇതുവരെ ഒരു വാട്ടറുമായിട്ട് പോലും നല്ല വെള്ളം നമുക്ക് ഇതുവരെ തരാൻ അവർക്ക് അനുവാദമില്ല. നെയ്യാറിന്റെ കൈവഴിയായ ഈ തോട്ടിലൂടെ വിസർജ്യവും അറവു മാലിന്യങ്ങളും ഉൾപ്പെടെയുള്ളവയാണ് ഒഴുകിയെത്തുന്നത്. കിണർ കുത്താനുള്ള സ്ഥലവും പണവും ഇല്ലാത്തത് കാരണം ഇവിടുത്തുകാർക്ക് വെള്ളത്തിനായി ഈ തോടിനെ ആശ്രയിക്കുക തന്നെ വേണം. പകർച്ചവ്യാധി ഭീഷണി ഉൾപ്പെടെ നിലനിൽക്കുമ്പോഴും അധികൃതർ കണ്ണടയ്ക്കുന്നതെന്നാണ് പരാതി. 1 വർഷം മുൻപ് കുടിവെള്ള പൈപ്പ് ലൈനുകൾ ഉടനെത്തുമെന്ന വാഗ്ദാനം വന്നതോടെ വാട്ടർ ടാങ്കുകൾ വാങ്ങിച്ചും പ്ലംബിംഗ് പണികൾ പൂർത്തിയാക്കിയും ഇവിടുത്തുകാർ കാത്തിരുന്നെങ്കിലും പ്രയോജനമുണ്ടായില്ല. പരാതിയുമായി എത്തുമ്പോൾ വാട്ടർ അതോറിറ്റിയും നഗരസഭയും പരസ്പരം പഴിചാരി മുഖം രക്ഷിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ആക്ഷേപമുണ്ട്. അടിയന്തരമായി കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. ന്യൂസ് 18 നെയ്യാറ്റിൻകര. മൊബൈൽ ആപ്ലിക്കേഷൻ വഴി അന്തർ സംസ്ഥാന സംഘങ്ങൾ വായ്പാ തട്ടിപ്പ് നടത്തുന്നതായി പരാതി. പത്തനംതിട്ട ജില്ലയിൽ മാത്രം നിരവധി പേർക്കാണ് പണം നഷ്ടപ്പെട്ടത്. തട്ടിപ്പിന് ഇരയാകുന്നവരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തി ഭീഷണിപ്പെടുത്തുന്നതായും പരാതിയുണ്ട്. ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുള്ള സംഘങ്ങളാണ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി വായ്പാ തട്ടിപ്പ് നടത്തുന്നത്. വൻതുക വാഗ്ദാനം ചെയ്ത് ഫോണിലേക്ക് മെസ്സേജുകൾ അയച്ചാണ് ആവശ്യക്കാരെ കെണിയിൽപ്പെടുത്തുന്നത്. വായ്പ ആവശ്യമുള്ളവർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ ഉപഭോക്താക്കളുടെ പൂർണ്ണ വിവരങ്ങൾ സംഘത്തിന് ലഭിക്കും. തുടർന്നാണ് തട്ടിപ്പ് നടത്തുന്നത്. ആവശ്യപ്പെട്ട തുക നൽകാതെ തുച്ഛമായ പണം നൽകി കൂടുതൽ തുക ഭീഷണിപ്പെടുത്തി തട്ടിയെടുക്കുന്നതാണ് സംഘത്തിന്റെ രീതി. അപ്പോൾ നമ്മൾ ലോൺ എല്ലാം നമ്മളെല്ലാ ഇതും കാണിച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിൽ വന്നത് 5300 രൂപ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ആണ് ഇവരുടെ 7 ദിവസത്തെ, 1 മാസം എന്നുള്ളതല്ല 7 ദിവസമാണ് എന്ന് ഇവരുടെ തിരിച്ചടവ് വരുന്നത്, റീപേയ്മെൻറ്റ് ഡേറ്റ്. അപ്പോൾ 7ാമത്തെ ദിവസം തൊട്ടാണ് ഇവർ നമ്മളെ വിളിക്കും. 6ാം ദിവസം നമ്മൾ വിളിക്കും. നമ്മൾ 7ാമത്തെ ദിവസം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ 1 മാസമല്ലേ പറഞ്ഞത്, അപ്പോൾ പറഞ്ഞല്ല ഞങ്ങളിത് 7 മാസമാണ്. നിങ്ങൾ ഈ പൈസ അടച്ച് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഈ സ്കോർ കൂടും, സിവിൽ സ്കോർ കൂട്ടും. അപ്പോൾ ഇതിനേക്കാൾ ഇരട്ടി പൈസ നിങ്ങൾക്ക് ഇനിയും കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത്തരം പറഞ്ഞിട്ട് ഇപ്പം 5300 സ്ഥാനത്ത് ഇപ്പോൾ 8000 മേളിൽ ഞാൻ രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. അത് ഞങ്ങളുടെ പ്രോസസ്സിംഗ് ഫീസുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. വാട്സാപ്പ് വഴി മാത്രമാണ് സംഘം സന്ദേശങ്ങൾ കൈമാറുന്നത്. പത്തനംതിട്ട ജില്ലയിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിരവധി പേർക്കാണ് ഈ തട്ടിപ്പിലൂടെ പണം നഷ്ടമായത്. ന്യൂസ് 18 പത്തനംതിട്ട. നാട്ടുവർത്തമാനം തുടരുന്നു. മലപ്പുറം അരീക്കോട് പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള സാധന സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. അരീക്കോട് ITI നടന്ന വിതരണത്തിന് ഡെപ്യൂട്ടി കളക്ടർ ഡോക്ടർ ജയോ അരുൺ, റിട്ടേണിംഗ് ഓഫീസർ പ്രീതി മേനോൻ,
തഹസിൽദാർ ദേവകി തുടങ്ങിയവർ നേതൃത്വം നൽകി. 7 പഞ്ചായത്തുകളിലേക്കുള്ള വിതരണമാണ് നടന്നത്. പഞ്ചായത്തുകളുടെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം അവസാനിച്ചിരിക്കുകയാണ്. കുറച്ചധികം റിസർവിലെ പോസ്റ്റിംഗ് വേണ്ടി വരുന്നു. കുറേ അധികം കോവിഡ് കേസുകളും ക്വാറന്റൈൻ കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതിനുവേണ്ടി റിസർവിലെ പോസ്റ്റിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ അവർ ഉച്ചയോടുകൂടി തന്നെ എല്ലാവരും അവരുടെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരും. റൂട്ട് ഓഫീസർമാരെ നിയമിച്ചിരിക്കുന്നു. ഇനി എന്തെങ്കിലും പോളിംഗ് സാമഗ്രികളിൽ എന്തെങ്കിലും കുറവ് കാണുകയാണെങ്കിൽ സെക്ടറൽ ഓഫീസർമാർ അതാത് പോളിംഗ് സ്റ്റേഷനിലേക്ക് പ്രിസൈഡിംഗ് ഓഫീസർമാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. ഇനി കാർഷിക കേരളം. സമ്മിശ്ര കൃഷിയിൽ വിജയം കൈവരിച്ചിരിക്കുകയാണ് കൊട്ടാരക്കര സ്വദേശി ജോബിൻ ചാക്കോച്ചി. 5 വർഷത്തെ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലെത്തിയ ചാക്കോച്ചി മുഴുവൻ സമയവും കൃഷിക്കായി ചെലവിടുകയായിരുന്നു. ലോക്ഡൌൺ സമയത്ത് സുഹൃത്തുക്കൾ ചെയ്ത നെൽകൃഷിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ജോബിൻ കൃഷി തുടങ്ങിയത്. തന്റെ വീട്ടുവളപ്പിലെ റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റി 1.5 ഏക്കറിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്തു. പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും കൃഷിയായിരുന്നു. അതിനുശേഷം പിന്നെ ഇവിടെ റബ്ബറായി. പിന്നെ ഇത് പപ്പയുടെ ഓരി എനിക്ക് ഷെയർ കിട്ടിയതാണ്. അപ്പോൾ ഞങ്ങൾ 3 പേർക്ക് കിട്ടിയതിനകത്ത് ഇത് തരിശായിട്ട് റബ്ബർ മുറിച്ച് മാറ്റിക്കൊണ്ട് കൃഷി ചെയ്തു. മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വീട്ടിലേക്ക് സാധനങ്ങളൊന്നും മേടിക്കണ്ട, പച്ചക്കറി സാധനങ്ങളെല്ലാം ഉണ്ട്. കൂടാതെ ബീറ്റിൽ, മലബാറി തുടങ്ങിയ ആടുകളെയും ഗ്രാമപ്രിയ, കൈരളി, നാടൻ ഇനത്തിലുള്ള കോഴികളെയും വളർത്തുന്നുണ്ട്. മധുരക്കിഴങ്ങ്, ഇഞ്ചി, മഞ്ഞൾ, കൂവക്കിഴങ്ങ് തുടങ്ങിയ വിളകൾ വിപണികൾ വഴിയും വിറ്റഴിക്കുന്നു. പൂർണ്ണമായും ജൈവവള പ്രയോഗത്താൽ കൃഷി ചെയ്യുന്നതിനാൽ ആവശ്യക്കാർ ഏറെയാണ്. ഇലക്ട്രിക്കലിൽ ബിരുദധാരിയായ ജോബിന് ജോലിക്കായി വിദേശത്ത് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിലും കൃഷിയിൽ നിന്നും ലഭിക്കുന്ന സന്തോഷം വലുതാണെന്നാണ് കർഷകൻ പറയുന്നത്. ഇനി മത്സ്യകൃഷി വിപുലമായി ചെയ്യാനൊരുങ്ങുകയാണ് ജോബിൻ. ന്യൂസ് 18 കൊട്ടാരക്കര. ഹൈറേഞ്ചിൽ തുവരപ്പയ കൃഷി വ്യാപകമായി. ഇടക്കാലത്ത് ഇവയുടെ കൃഷിയിൽ നിന്ന് കർഷകർ പിൻവാങ്ങിയിരുന്നു. എന്നാൽ ലോക്ഡൌൺ കാലത്താണ് കർഷകർ വീണ്ടും തുവര കൃഷി പരീക്ഷിച്ചു തുടങ്ങിയത്. ഇപ്പോൾ ഹൈറേഞ്ചിലെ ഗ്രാമങ്ങളിലെല്ലാം തുവരക്കായ നിറഞ്ഞു നിൽക്കുകയാണ്. പണ്ടിവ വ്യാപകമായി കൃഷി ചെയ്യുകയും ഉണക്കി പരിപ്പാക്കി വിൽക്കുകയും ചെയ്തിരുന്നു. ഒരു കുമ്പത്തിന് 2 രൂപയായിരുന്നു വില ലഭിച്ചിരുന്നത്. ഉണക്കപ്പരിപ്പ് വാങ്ങാൻ ഹൈറേഞ്ചിലേക്ക് ദൂരെ നിന്ന് പോലും വ്യാപാരികൾ എത്തിയിരുന്നു. ഏതൊരു വീടിൻ്റെ മുറ്റത്ത് നോക്കിയാലും അവരവരുടെ വീട്ടാവശ്യത്തിനുള്ള തോര പരിപ്പെങ്കിലും കൃഷി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഇത് മാത്രമല്ല, അന്യം നിന്ന് പോയ മറ്റു പല കൃഷി രീതികളും ഈ പുനരാരംഭിക്കുന്നതിന് ഈ ലോക്ക്ഡൗൺ ഒരു പരിധിവരെ സഹായിച്ചു എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. തൊടിയിലും വീട്ടുവളപ്പിലുമെല്ലാം ഇത്തവണ ഇടവേളയായി ഇവ ധാരാളം കൃഷി ചെയ്തിട്ടുണ്ട്. മിക്കയിടത്തും വിളവെടുപ്പിന് പാകമായി കഴിഞ്ഞു. മരുന്നോ മറ്റ് കീടനാശിനികളോ തളിക്കേണ്ട ആവശ്യമില്ലാത്തതും നേട്ടമാണ്. ന്യൂസ് 18 രാജകുമാരി. കാസർഗോഡ് പീലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ മിയാവാക്കി വനവും ഔഷധത്തോട്ടവും ഒരുങ്ങുന്നു. പരിസ്ഥിതി പ്രവർത്തകനും പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞനുമായ ദിവാകര നീലേശ്വരത്തിന്റെ സഹകരണത്തോടെ കാർഷിക ഗവേഷണ കേന്ദ്രം ക്യാമ്പസിൽ 600ഓളം വൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും നട്ടുപിടിപ്പിച്ചു. സുബ്രഹ്മണ്യൻ തിരുമുമ്പ് കാർഷിക സംസ്കൃതി പഠന കേന്ദ്രത്തോട് ചേർന്ന് 25 സെന്റ് സ്ഥലത്താണ് മിയാവാക്കി വനവും ഔഷധത്തോട്ടമായ ഗൃഹവനവും നിർമ്മിക്കുന്നത്. കരിമരം, കമണ്ടലു, ആലം, കുമ്പിൾ തുടങ്ങി 25ലധികം അപൂർവ വനവൃക്ഷത്തൈകളും നീർമരുത്, ദന്തപാല, പാരിജാതം, കേശവർദ്ധിനി, സർപ്പഗന്ധി തുടങ്ങി 30ലധികം ഔഷധ സസ്യങ്ങളും ഉൾപ്പെടുത്തിയാണ് വനമൊരുക്കുന്നത്. മിയാവാക്കി വനവൽക്കരണ മാതൃകയ്ക്ക് കാലാവസ്ഥാ വ്യതിയാനത്തെ തടയാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. കാർഷിക ഗവേഷണ കേന്ദ്രം അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ ടി വനജ ഉദ്ഘാടനം ചെയ്തു. മണ്ണിലായാലും അന്തരീക്ഷത്തിലായാലും നമുക്കൊരു ഹെൽത്തിയായ ഒരു എൻവയറമെൻറ്റ്, എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ടുള്ള ഒരു കൃഷി എന്ന രീതിയിൽ അടക്കം ഇത് വരും. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്കൊരു കുറച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. അതായത് മൾച്ചിങ് അടക്കം, അതേപോലെ തന്നെ ഫുൾ മൾച്ചിങ്, അതായത് ഒരു കാട്ടിലെങ്ങനെ ഉണ്ടാവും എന്നുള്ള പോലെ. ഒരു ചതുരശ്ര മീറ്ററിൽ 5 അടി ആഴത്തിൽ 4 വീതം കുഴിയെടുത്ത് ചാണകവും ചകിരിച്ചോറും നിറച്ച് 600ലധികം തൈകൾ വെച്ച് പിടിപ്പിച്ചു. ന്യൂസ് 18 പിലിക്കോട്. നവമാധ്യമങ്ങളുടെ കടന്നുകയറ്റത്തിൽ കളമൊഴിഞ്ഞ ഒന്നുണ്ട്. ഒരു കാലത്ത് സ്നേഹവും സൗഹൃദവും പരസ്പരം കൈമാറിയിരുന്ന ആശംസാ കാർഡുകൾ ഇന്ന് ലോകം വിരൽത്തുമ്പിലെത്തിയപ്പോൾ ആശംസാ കാർഡുകളും ഓർമ്മയായി മാറുകയാണ്. ക്രിസ്മസിന്റെ വരവറിയിച്ച് വിപണി ഉണർന്നു. വാട്സാപ്പും ഫേസ്ബുക്കും അടക്കമുള്ള നവമാധ്യമങ്ങളുടെ കടന്നുവരവ് ബന്ധങ്ങളുടെ അകലം കുറച്ചപ്പോൾ നഷ്ടമായ ചിലതുണ്ട്.
ഒരു കാലത്ത് സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പ്രതീകമായിരുന്ന ക്രിസ്മസ് കാർഡുകൾക്ക് ഇപ്പോൾ പഴയ വിപണിയില്ല. വിവിധയിനം കാർഡുകൾ കീഴടക്കിയിരുന്ന വിപണിയിലേക്ക് ഇപ്പോൾ കാർഡുകൾ എത്താതെയായി. അധികം ആരും വാങ്ങാനില്ലാത്തതിനാൽ വ്യാപാരികളും ഇവ എടുക്കാൻ മടിക്കും. ക്രിസ്മസ് ന്യൂ ഇയർ കാർഡുകൾ ആരും അന്വേഷിക്കാറില്ല. ഫേസ്ബുക്ക്, വാട്സാപ്പ് എന്ന് അധികം വന്നിരിക്കുന്നത് എല്ലാവരും ആ രീതിയിലാണ് സന്ദേശങ്ങൾ അയക്കുന്നത്. പുതിയ കാർഡുകൾ ആരും അന്വേഷിക്കാറില്ല. പുതിയ കാർഡുകൾ വരാറില്ല ഈ വർഷങ്ങളിലൊന്നും. ആവശ്യകരം ഉണ്ടെങ്കിൽ തന്നെ പഴയ കാർഡുകളാണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത്. സ്കൂളുകൾ അടഞ്ഞുകിടക്കുന്നതോടെ വിദ്യാർത്ഥികളും ഇക്കുറി കാർഡ് തേടിയെത്തിയില്ല. നവമാധ്യമങ്ങളുടെ വരവോടെ ഓർമ്മകളുടെ പട്ടികയിലേക്ക് നീങ്ങുകയാണ് ക്രിസ്മസ് കാർഡുകളും. ന്യൂസ് 18 രാജാക്കാട്. മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഇടുക്കി പൊന്മുടിയിൽ ബോട്ടിംഗ് പുനരാരംഭിച്ചു. സന്ദർശകർ കൂടുതലായി എത്തിയതോടെയാണ് ഇപ്പോൾ ബോട്ടിംഗ് തുടങ്ങിയത്. ആരെയും ആകർഷിക്കുന്ന കാഴ്ചകളുടെ കലവറയാണ് പൊന്മുടി. ഇടുക്കിയിലെ ഉൾനാടൻ ടൂറിസം പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന കേന്ദ്രമായിരുന്നു പൊന്മുടി ഡാം ആൻഡ് ടെയിൽ ടൂറിസം. എന്നാൽ കോവിഡ് പിടിമുറുക്കിയതോടെ കേന്ദ്രം പൂർണ്ണമായി അടച്ചിട്ടു. വിലക്കു നീങ്ങി ജില്ലയിൽ ടൂറിസം മേഖല സജീവമായെങ്കിലും സഞ്ചാരികളുടെ കുറവ് തിരിച്ചടിയായിരുന്നു. നിലവിൽ ഹൈറേഞ്ചിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങിയതോടെ ബോട്ടിംഗ് അടക്കമുള്ള വിനോദങ്ങൾ പുനരാരംഭിച്ചത്. It was really a great experience at Ponmudi, and the experience which I got here at Ponmudi is no less than the experience which people and the tourists may get in other more famous places like Ooty or Kodaikanal and other places all over India. So I sincerely recommend to all the tourists to come and visit this place. ഒരു സ്പീഡ് ബോട്ട്, 2 പെഡൽ ബോട്ട്, 2 വാട്ടർ സൈക്കിൾ എന്നിവയാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. അവധിയാകുന്നതോടെ സഞ്ചാരികളുടെ എണ്ണം കൂടുമെന്നാണ് കണക്കുകൂട്ടൽ. ന്യൂസ് 18 പൊന്മുടി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 29 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ നടത്തിയ പരിശോധനയിൽ 75 പേർക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. ദിവസങ്ങൾക്കുള്ളിൽ ഇത്രയേറെ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് ആരോഗ്യവകുപ്പ് ഗൌരവത്തോടെയാണ് കാണുന്നത്. അതിനാൽ ഗുരുവായൂരിൽ നിയന്ത്രണം കൊണ്ടുവരേണ്ട സാഹചര്യമാണെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തലുണ്ട്. ദേവസ്വത്തിനു കീഴിലെ വിവിധ സ്ഥാപനങ്ങളിലെ 1300-ലേറെ പേരെ ഇനിയും പരിശോധിക്കാനുണ്ട്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ക്ഷേത്രത്തിലേക്ക് ഭക്തരെ പ്രവേശിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം നിർത്തിവച്ചിരുന്നു. 2 ആഴ്ചത്തേക്കാണ് പ്രവേശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ക്ഷേത്രത്തിൽ ആചാരപരമായ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.